മക്കളെ, ഇതാ ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരു വലിയ സമൂഹം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രഹസ്യ ദുഃഖങ്ങൾ അത് കർത്താവിനറിയാം. ആരോരും അറിയാത്ത വേദനകൾ അത് ഈശോയ്ക്കറിയാം. അത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ, ഒരു ജപമാല പോലെ നമ്മളിതാ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്ന വചനം നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 6:6. കരഞ്ഞ് കരഞ്ഞു ഞാൻ തളർന്നു, രാത്രിയിൽ ഞാൻ കണ്ണീരൊഴുക്കി, എന്റെ തലയിണ കുതിർന്നു, കണ്ണുനീരുകൊണ്ട് എന്റെ കിടക്ക ഞാൻ നനച്ചു. വളരെ മനസ്സലിയിക്കുന്ന ഒരു വാക്യമാണ്, വചനമാണ് നമ്മൾ കേട്ടത്. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. മക്കളെ, നമ്മൾ തളർന്നു കിടക്കേണ്ടവരല്ല. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരിക്കാം, മാനസികമായ വ്യഥയിലായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. നീ തളർന്നു കിടക്കരുത്. നീ എഴുന്നേൽക്കണം, സടകുടഞ്ഞ് എഴുന്നേൽക്കണം. കാരണം നമ്മെ സഹായിക്കുന്നവൻ വചനമാകുന്ന യേശു നമ്മുടെ അടുത്തുണ്ട്. ആരും മറക്കരുത്, ദൈവം നമുക്ക് രോഗങ്ങൾ തരുന്നത്, വേദന തരുന്നത് നമ്മെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാനാണ്, പ്രോജ്വലിപ്പിക്കാനാണ്. ഈ സത്യം നമ്മൾ മറക്കരുത്. ഇതാ വചന സാക്ഷിയുമായി ഒരു സഹനപ്പൂവ് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലില്ലി, വീട് പുതുക്കാട്. ഞാൻ പട്ടത്തച്ഛൻ്റെ സഹനപ്പൂക്കളിലെ ഒരാളാണ്. പട്ടത്തച്ഛനിടുന്ന പ്രയർ പ്രാർത്ഥന ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിടുന്ന പ്രാർത്ഥന എൻ്റെ സഹോദരൻ്റെ മകൾ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ വിസ തടസ്സം മാറി കിട്ടി. ചെയ്തിരുന്ന ജോലിയേക്കാളും നല്ലൊരു ജോലി ഇപ്പം കിട്ടി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. അതിന് ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം, ആശ്വാസം ഒക്കെ കിട്ടും. നിങ്ങൾ എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് തരുന്ന ഓരോ സഹനങ്ങളും വിശുദ്ധിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് തരുന്ന ഓരോ സഹനങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാപ്പന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇന്നത്തെ ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും ഇത് അനേകരിലേക്ക് എത്തിച്ചു ചേരാനായിട്ട് പരിശ്രമിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.